ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുബീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മീൻ കറിയാണ്. മുളകിട്ടിട്ടുള്ള നാടൻ മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് മീൻ കഴുകി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഏതാണോ അതിനനുസരിച്ച് മീൻ മാറ്റാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു ഉള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചപ്പല അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ പുളിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് പുളിയേ എടുത്തിട്ടുള്ളൂ. തക്കാളി അരിഞ്ഞത് കാരണം കുറച്ച് പുളിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് വറവിന് ആവശ്യമായിട്ടാണ്. വറവ് ഇടണമെന്ന് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ തക്കാളി ഇതിലേക്കൊന്ന് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഉള്ളിയും നന്നായിട്ട് വേവണം. അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പച്ചമുളക് ഞാനിതിൽ ചേർത്തിട്ടില്ല. അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ്. അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണമെന്നുള്ളവർക്ക് അത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വെള്ളം അതിൽ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. അതിനനുസരിച്ച് മുളക് പൊടിയും കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ മീനൊന്ന് ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പിലയും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വറവിനാവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മീനൊക്കെ നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വറവിനാവശ്യമായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ രീതിയിലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി കരിയാനൊന്നും പാടില്ല. ചെറിയ രീതിയിലേ നമുക്കിത് വഴറ്റിയെടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇട്ട് വറവിടാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നേരത്തെ ബാക്കിയുള്ള നമ്മുടെ ചപ്പിലയും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിട്ട്
ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മുളക് കറി. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.